എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളൊരു റീഡിംഗ് പ്രാക്ടീസ് ആണ് ചെയ്യുന്നത്. സോ നിങ്ങളിത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തതിനെ ഒന്ന് അറിയിക്കുക. സോ പാസേജ് ഇതാണ്, ഞാനിത് ജസ്റ്റ് ഒന്ന് വായിക്കാം. എക്സാംസ് ക്യാൻ ബി ഓറൽ ഓർ റിട്ടൺ, ഒബ്ജക്റ്റീവ് ഓർ സബ്ജക്റ്റീവ്, ഇൻഡിവിജ്വൽ ഓർ ഗ്രൂപ്പ്, ഓൺലൈൻ ഓർ ഓഫ്ലൈൻ ആൻഡ് സോ ഓൺ. Schools and colleges offer excellent opportunities to face exams and to learn the techniques for mastering them. Anxiety about exams is normal, but being afraid of them is a problem. So, ആദ്യത്തെ സെൻറ്റൻസിൽ പല തരത്തിൽ എക്സാം നടത്താറുണ്ട്, അതാണ് പറഞ്ഞേക്കുന്നത്. എക്സാംസ് ക്യാൻ ബി ഓറൽ ഓർ റിട്ടൺ, അതായത് പരീക്ഷ ഓറൽ ആകാം. ഓറൽ എക്സാം എന്ന് പറഞ്ഞാൽ നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിന് ഉത്തരം പറഞ്ഞാൽ മതി. റിട്ടൺ എക്സാം ആണെങ്കിൽ നമ്മൾ എഴുതി കൊടുക്കണം, അതായത് എഴുത്ത് പരീക്ഷയ്ക്കാണ് റിട്ടൺ എക്സാം എന്ന് പറയുന്നത്. സോ എക്സാംസ് ക്യാൻ ബി ഓറൽ ഓർ റിട്ടൺ, അതായത് വാക്കാലുള്ള പരീക്ഷയോ അല്ലെങ്കിൽ എഴുത്ത് പരീക്ഷയോ ആകാം എന്നുള്ള മീനിങ് ആണ്. ഒബ്ജക്റ്റീവ് ഓർ സബ്ജക്റ്റീവ്. ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്വസ്റ്റ്യൻ്റെ കൂടെ 3-4 ഓപ്ഷൻസ് തരും, അതിൽ നിന്ന് ഏതെങ്കിലും നമ്മൾ തിരഞ്ഞെടുത്താൽ മാത്രം മതി. അങ്ങനത്തെ എക്സാമിനാണ് ഒബ്ജക്റ്റീവ് എക്സാം എന്ന് പറയുന്നത്. ഇനി സബ്ജക്റ്റീവ് ആണെങ്കിലോ, ഒരു ക്വസ്റ്റിനെ പറ്റി നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഫുള്ള് വിശദീകരിച്ച് എഴുതണം. അങ്ങനത്തെ പരീക്ഷയ്ക്കാണ് സബ്ജക്റ്റീവ് എക്സാം എന്ന് പറയുന്നത്. ഇൻഡിവിജ്വൽ ഓർ ഗ്രൂപ്പ്. ഇൻഡിവിജ്വൽ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരേ സമയം ഒരാൾക്കാണ് എക്സാം നടക്കുന്നത്, അപ്പോൾ അയാളെ നോക്കാൻ ഒരു സ്റ്റാഫ് വേണം. അതേപോലെ തന്നെ ഗ്രൂപ്പ് ടെസ്റ്റ് ആണെങ്കിൽ കുറേ പേര് എക്സാം എഴുതും, അവരെ എല്ലാവരെയും കൂടെ നോക്കാൻ ഒരൊറ്റ സ്റ്റാഫ് മതി. അതാണ് ഇൻഡിവിജ്വൽ ടെസ്റ്റും ഗ്രൂപ്പ് ടെസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ്. ഓൺലൈൻ ഓർ ഓഫ്ലൈൻ. ഓൺലൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ കമ്പ്യൂട്ടറിൽ നെറ്റ് ഉപയോഗിച്ച് എക്സാം എഴുതത്തില്ലേ, അതിനാണ് ഓൺലൈൻ എക്സാം എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ സാധാരണ ഇപ്പം ഒരു എക്സാം സെൻറ്ററിൽ പോയിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി എഴുതുന്നതിന് നമ്മൾ ഓഫ്ലൈൻ എക്സാം എന്നാണ് പറയുന്നത്. ആൻഡ് സോ ഓൺ എന്ന് പറഞ്ഞാൽ തുടങ്ങിയവ എന്നുള്ള മീനിങ് ആണ്. സോ ഇങ്ങനത്തെ ഏതെങ്കിലും ഒരു രീതിയിലുള്ള എക്സാം ആകാം എന്നാണ് ഇവിടെ മീൻ ചെയ്യുന്നത്. ഇനി അടുത്ത സെൻറ്റൻസ്, സ്കൂൾസ് ആൻഡ് കോളേജസ് ഓഫർ എക്സലൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ടു ഫേസ് എക്സാംസ്. സ്കൂൾസ് ആൻഡ് കോളേജസ് എന്ന് പറഞ്ഞാൽ സ്കൂളുകളും കോളേജുകളും. ഓഫർ എന്ന് പറഞ്ഞാൽ വാഗ്ദാനം ചെയ്യുക എന്നാണ്. എക്സലൻ്റ് എന്ന് പറഞ്ഞാൽ മികച്ച എന്നുള്ള മീനിങ് ആണ്. ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറഞ്ഞാൽ അവസരങ്ങൾ. സോ സ്കൂൾസ് ആൻഡ് കോളേജസ് ഓഫർ എക്സലൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറഞ്ഞാൽ സ്കൂളുകളും കോളേജുകളും മികച്ച അവസരങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു എന്നാണ്. എന്തിനൊക്കെയാണ്? ടു ഫേസ് എക്സാംസ്, അതായത് പരീക്ഷകൾ നേരിടാൻ. ഫേസ് എക്സാംസ് എന്ന് പറഞ്ഞാൽ പരീക്ഷകൾ നേരിടുക എന്നുള്ള മീനിങ് ആണ്. ആൻഡ് ടു ലേൺ ദ ടെക്നിക്സ് ഫോർ മാസ്റ്ററിങ് ദ. ടു ലേൺ ദ ടെക്നിക്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ തന്ത്രങ്ങളും അല്ലെങ്കിൽ അതിൻ്റെ ആ പ്രവർത്തികളൊക്കെ പഠിച്ചെടുക്കാൻ എന്നുള്ള മീനിങ് ആണ്. ഫോർ മാസ്റ്ററിങ് ദം എന്ന് പറഞ്ഞാൽ അതിനെ കീഴടക്കാൻ അല്ലെങ്കിൽ അതിൽ ഏറ്റവും മികച്ചതാകാൻ എന്നുള്ള മീനിങ് ആണ്. അതായത് പരീക്ഷയെ നേരിടാനും അതിൻ്റെ തന്ത്രങ്ങളൊക്കെ പഠിച്ച് അതിനെ കീഴടക്കാൻ അല്ലെങ്കിൽ അതിൽ മികച്ചതാകാനുള്ള മികച്ച അവസരങ്ങൾ സ്കൂളുകളും കോളേജുകളും വാഗ്ദാനം ചെയ്യുന്നു എന്നാണ് ഇതിൻ്റെ മീനിങ്. ഇനി അടുത്തത്, ആൻസൈറ്റി അബൌട്ട് എക്സാംസ് ഇസ് നോർമൽ. അതായത് ആൻസൈറ്റി എന്ന് പറഞ്ഞാൽ ഉത്കണ്ഠ എന്നാണ്. ആൻസൈറ്റി അബൌട്ട് എക്സാംസ് എന്ന് പറഞ്ഞാൽ പരീക്ഷയെക്കുറിച്ചുള്ള ഉത്കണ്ഠ. ഇസ് നോർമൽ. നോർമൽ എന്ന് പറഞ്ഞാൽ സാധാരണമാണ്. ബട്ട് ബീയിങ് അഫ്രെയ്ഡ് ഓഫ് ദം, അതായത് പക്ഷേ പരീക്ഷയെക്കുറിച്ചുള്ള ഭയം, അത് ഈസ് എ പ്രോബ്ലം, ഒരു പ്രശ്നമാണ് എന്നാണ് മീനിങ്. ആൻസൈറ്റി അബൌട്ട് എക്സാംസ് ഇസ് നോർമൽ, അതായത് പരീക്ഷയെക്കുറിച്ചുള്ള ഉത്കണ്ഠ സാധാരണമാണ്. ബട്ട് ബീയിങ് അഫ്രെയ്ഡ് ഓഫ് ദം ഈസ് എ പ്രോബ്ലം, അതായത് പരീക്ഷയെ ഭയപ്പെടുന്നത് ഒരു പ്രശ്നമാണ് എന്നാണ് മീനിങ്. ഇനി നിങ്ങൾ ഇതൊന്നുകൂടെ ഒന്ന് വായിക്കുക. നിങ്ങൾക്ക് കുറച്ചും കൂടി സ്പീഡിൽ വായിക്കാൻ പറ്റുന്നുണ്ടോ, അതേപോലെ തന്നെ ഇതിൻ്റെ മീനിങ് മനസ്സിലാകുന്നുണ്ടോ എന്നൊന്ന് നോക്കുക. ഇനി അടുത്ത പാരഗ്രാഫ്, എക്സാംസ് ആർ ആൻ ഇൻറ്റഗ്രൽ പാർട്ട് ഓഫ് ലേണിംഗ്. Even in summer schools or faculty improvement programs, evaluation tests are held at the end to assess what the participants have learned. The purpose of exam is not to hinder but to encourage proper learning. Both examiners and examinees have responsibilities in making exams serve their purpose. എക്സാംസ് ആർ ആൻ ഇൻറ്റഗ്രൽ പാർട്ട് ഓഫ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലേണിംഗ് എന്ന് പറഞ്ഞാൽ പഠനത്തിൻ്റെ എന്നുള്ള മീനിങ് ആണ്. ഇൻ്റഗ്രൽ പാർട്ട് എന്ന് പറഞ്ഞാൽ അവിഭാജ്യ ഘടകം അല്ലെങ്കിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഘടകം എന്നുള്ള മീനിങ് ആണ്. സോ പരീക്ഷകൾ പഠനത്തിൻ്റെ
ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഘടകമാണ് എന്നാണ് മീനിങ്. ഇനി അടുത്തത് ഈവൻ ഇൻ സമ്മർ സ്കൂൾസ് ഓർ ഫാക്കൽറ്റി ഇംപ്രൂവ്മെൻറ്റ് പ്രോഗ്രാംസ്. അതായത് സമ്മർ സ്കൂളുകൾ, വേനൽക്കാല സ്കൂളുകളില്ലേ, അങ്ങനത്തെ സ്കൂളുകളിൽ പോലും, അല്ലെങ്കിൽ ഫാക്കൽറ്റി ഇംപ്രൂവ്മെൻറ്റ് പ്രോഗ്രാംസ് എന്ന് പറഞ്ഞാൽ, ഫാക്കൽറ്റി എന്ന് പറഞ്ഞാൽ അധ്യാപകർ എന്നുള്ള മീനിങ് ആണ്. സോ അവരുടെ സ്കിൽസ് മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് കൊടുക്കും. അതിനാണ് ഈ ഫാക്കൽറ്റി ഇംപ്രൂവ്മെൻറ്റ് പ്രോഗ്രാംസ് എന്ന് പറയുന്നത്. സോ അതിൽ പോലും എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈവൻ ഇൻ എന്ന് പറഞ്ഞത്. ഈവൻ ഇൻ സമ്മർ സ്കൂൾസ് ഓഫ് ഫാക്കൽറ്റി ഇംപ്രൂവ്മെൻറ്റ് പ്രോഗ്രാംസ് എവാലുവേഷൻ ടെസ്റ്റ് ആർ held at the end to assess what the participants have learned. എവാലുവേഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ മൂല്യനിർണ്ണയ പരീക്ഷകൾ എന്നുള്ള മീനിങ് ആണ്. ആർ ഹെൽഡ് അറ്റ് ദ എൻഡ് എന്ന് പറഞ്ഞാൽ അവസാനം നടക്കുന്നു എന്നുള്ള മീനിങ് ആണ്. ടു അസസ്, അസസ് എന്ന് പറഞ്ഞാൽ വിലയിരുത്തുക എന്നുള്ള മീനിങ് ആണ്. ടു അസസ് വാട്ട് ദ പാർട്ടിസിപ്പൻസ് ഹാവ് ലേൺഡ് എന്ന് പറഞ്ഞാൽ, പാർട്ടിസിപ്പൻസ് എന്ന് പറഞ്ഞാൽ പങ്കെടുക്കുന്നവർ. സോ പങ്കെടുക്കുന്നവർ എന്താണ് പഠിച്ചിട്ടുള്ളതെന്ന് വിലയിരുത്താൻ എന്നുള്ള മീനിങ് ആണ്. സോ ഇവിടെ പറഞ്ഞിരിക്കുന്നത് പങ്കെടുക്കുന്നവർ എന്താണ് പഠിച്ചിട്ടുള്ളത് എന്ന് വിലയിരുത്താൻ വേണ്ടിയിട്ട് വേനൽക്കാല സ്കൂളുകളിലും അല്ലെങ്കിൽ ഫാക്കൽറ്റി ഇംപ്രൂവ്മെൻറ്റ് പ്രോഗ്രാംസിൽ പോലും മൂല്യനിർണ്ണയ പരീക്ഷകൾ അവസാനം നടത്തപ്പെടുന്നു എന്നുള്ള മീനിങ് ആണ്. ഇനി അടുത്ത പാരഗ്രാഫ്. ദ പേർപ്പസ് ഓഫ് എക്സാം ഇസ് നോട്ട് ടു ഹിൻഡർ ബട്ട് ടു എൻകറേജ് പ്രോപ്പർ ലേണിംഗ്. ബോത്ത് എക്സാമിനേഴ്സ് ആൻഡ് എക്സാമിനീസ് ഹാവ് റെസ്പോൺസിബിലിറ്റീസ് ഇൻ മേക്കിംഗ് എക്സാംസ് സെർവ് ദർ പർപ്പസ്. ദ പർപ്പസ് ഓഫ് എക്സാം എന്ന് പറഞ്ഞാൽ പരീക്ഷയുടെ ഉദ്ദേശം എന്നാണ്. ഇസ് നോട്ട് ടു ഹിൻഡർ, ഹിൻഡർ എന്ന് പറഞ്ഞാൽ തടസ്സപ്പെടുത്തുക. ബട്ട് ടു എൻകറേജ് പ്രോപ്പർ ലേണിംഗ്, എൻകറേജ് എന്ന് പറഞ്ഞാൽ പ്രോത്സാഹിപ്പിക്കുക. പ്രോപ്പർ ലേണിംഗ് എന്ന് പറഞ്ഞാൽ ശരിയായ പഠനം. സോ ശരിയായ പഠനത്തെ തടസ്സപ്പെടുത്തുക എന്നുള്ളതല്ല, പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് പരീക്ഷയുടെ ലക്ഷ്യം എന്നാണ് മീൻ ചെയ്യുന്നത്. ഇനി അടുത്ത സെൻറ്റൻസ്. ബോത്ത് എക്സാമിനേഴ്സ് ആൻഡ് എക്സാമിനീസ്. ബോത്ത് എന്ന് പറഞ്ഞാൽ രണ്ടുപേരും എന്നുള്ള മീനിങ് ആണ്. എക്സാമിനർ എന്ന് പറഞ്ഞാൽ പരീക്ഷ നടത്തുന്നയാൾ അല്ലെങ്കിൽ പരിശോധകൻ എന്നുള്ള മീനിങ് ആണ്. ആൻഡ് എക്സാമിനീസ് പരീക്ഷ എഴുതുന്നവർക്ക്, അതായത് പരീക്ഷാർത്ഥികൾക്കാണ് എക്സാമിനീസ് എന്ന് പറയുന്നത്. ഹാവ് റെസ്പോൺസിബിലിറ്റീസ്, റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്തങ്ങൾ എന്നുള്ള മീനിങ് ആണ്. ഇൻ മേക്കിംഗ് എക്സാംസ് സെർവ് ദർ പർപ്പസ്, അതായത് പരീക്ഷ കൊണ്ടൊരു ലക്ഷ്യമുണ്ടല്ലോ, അത് നിറവേറ്റുന്നതിൽ പരീക്ഷാർത്ഥികൾക്കും പരീക്ഷകർക്കും ഉത്തരവാദിത്തമുണ്ട് എന്നാണ് മീനിങ്. തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യുക. താങ്ക് യു ആൻഡ് സ്റ്റേ സേഫ്.